എല്ലാവർക്കും നമസ്കാരം. സെന്റ് താബോർ ഡ്രാഗൺ ഫൈറ്റർ മാർഷൽ ആർട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയറൊക്കെ ചെയ്യുക. നമുക്കിന്ന് മാവശിഗിരി റൗണ്ട് സ്ക്വയർ കിക്കിൻ്റെ ബ്ലോക്ക്, ക്യാച്ച്, ലോക്കുകൾ ഒക്കെ പഠിക്കാം. മുമ്പത്തെ ഒരു എപ്പിസോഡിൽ മാവശിഗിരി എങ്ങനെയാണ് കാലുകൾക്കൊക്കെ ബാലൻസ് ചെയ്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോ ബ്ലോക്കുകളും അത് ക്യാച്ച് ചെയ്യുന്ന രീതി, അതിൻ്റെ ലോക്കുകളും പിടിപൂട്ട് തുടങ്ങിയ സംഗതികളൊക്കെ നമുക്ക് ഓരോന്നായി ചെയ്യാം. ശ്രദ്ധിക്കുക. ഈ ഭാഗം കൊണ്ട് ബ്ലോക്ക് ചെയ്യാം. ആദ്യം ഈ ഭാഗം കൊണ്ട് ബ്ലോക്ക്. ഇനി അടുത്ത് അതേ സാധനത്ത് ബ്ലോക്കുകൾ തന്നെ രണ്ട് കൈ കൊണ്ട്, ഒരു കൈ കൊണ്ട്, രണ്ട് കൈ കൊണ്ട്, അതുപോലെ തന്നെ തിരിച്ച് ഒരു കൈ കൊണ്ട്. ചിലപ്പോൾ ചില നല്ല വെയിറ്റുള്ള കാലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കയ്യിൽ നിന്നൊന്നും വരില്ല. അതുകൊണ്ട് രണ്ട് കൈ യൂസ് ചെയ്യേണ്ടി വരും. സാഹചര്യം അനുസരിച്ചാണ് രണ്ട് കൈ യൂസ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു കൈ കൊണ്ട്, കൈയുടെ ഈ ഭാഗം കൊണ്ട്, രണ്ട് കൈ കൊണ്ട്, പുറം കൈ കൊണ്ട്, ഒരു കൈ കൊണ്ട് പുറം കൈ ചെയ്ത് രണ്ട് കൈ കൊണ്ട്. അടുത്ത ഒരു കൈ കൊണ്ട് ഒറ്റയ്ക്ക്, അതുപോലെ തന്നെ രണ്ട് കൈ കൊണ്ട് ഒറ്റയ്ക്ക്. ഇനി അടുത്ത് രണ്ട് കൈ കൊണ്ടും ക്യാച്ച് ചെയ്യുന്നത്. തിരിച്ച്. ഇത് രണ്ടും രണ്ടാണ്, രണ്ടും രണ്ട് ഉപയോഗങ്ങളാണ് അവിടെ വരിക. ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കണ്ട ഇതുപോലെ എടുത്ത് കളയാൻ, ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു ബ്ലോക്കാണ്, ക്രോസ് ബ്ലോക്ക്. രണ്ട് തരത്തിലും അതോടൊപ്പം തന്നെ ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ പഠിക്കുക. അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല, നിരന്തര പരിശീലനത്തിലൂടെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് കിക്ക്. അതേ സാധനം തിരിച്ചു. ഇത് സേഫ്റ്റി കുറവാണ്, നല്ല രീതിയിൽ പരിശീലിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ പിടിക്കാൻ പറ്റിയെന്ന് ചിലപ്പം വരില്ല, ചിലപ്പം കയ്യിൽ നിന്നൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ സേഫ്റ്റി ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഇത് തന്നെ ചെയ്യണം. പെട്ടെന്നെടുത്ത് കളയാൻ പറ്റും. ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മളിവിടെ വച്ചിരിക്കുന്നത്. അടുത്ത കൈക്ക് വേണ്ടി കിക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അത് പ്രവർത്തിക്കുന്നില്ല. നേരത്തെ പഠിച്ചത് ഇതും കൂടെ ചേർത്താണ് പ്രവർത്തിച്ചത്. ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. എപ്പോഴും ഈ കൈ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നിൽക്കുന്നു. രണ്ട്, ഇത്രയും ആണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ചെയ്ത ഈ ബ്ലോക്ക്, ക്യാച്ചും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി പരിപാടികൾ അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.
Thank you.